വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ. ഈ കാണുന്നത് തൃശൂർ ജില്ലയിലെ വിശുദ്ധ ജോൺ നെബിംസിയാന്റെ നാമധേയത്തിലുള്ള പറപ്പൂർ പള്ളിയാണ്. 1731 സ്ഥാപിതം. തോമസ് ലീഹ AD 52 സ്ഥാപിച്ച പാലയൂർ പള്ളിയിൽ നിന്ന് തന്നെയാണ് ഈ പള്ളിയുടെയും ചരിത്രം ആരംഭിക്കുന്നത്. AD 140 സെന്റ് തോമസിന്റെ നാമധേയത്തിലുള്ള മറ്റേ പള്ളി എന്നറിയപ്പെടുന്ന മറ്റം പള്ളിയായിരുന്നു പണ്ട് പറപ്പൂരുകാരുടെ ഇടവക. റോഡുകളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് പുഴയും കാടും തോടും വയലുകളും കടന്നു വേണം പറപ്പൂരുകാർക്ക് മറ്റം പള്ളിയിലെത്തി കുർബാന കാണുക. അതുകൊണ്ട് തന്നെ സമയത്തിന് കുർബാന കാണുക പറപ്പൂരുകാർക്ക് എളുപ്പമല്ലായിരുന്നു. അങ്ങനെ ഒരു മഴക്കാലത്ത് പ്രകൃതിയുടെ ദുരിതങ്ങളും സഹിച്ച് പറപ്പൂരുകാർ മറ്റം പള്ളിയിലെത്തിയപ്പോൾ അവിടെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കാറായിരുന്നു. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാനാകാത്തതിൽ ദുഃഖിതരായ പറപ്പൂരിലെ വിശ്വാസികൾ ഒരു തീരുമാനമെടുത്തു. ഇനി കുർബാനയ്ക്കായി മറ്റം പള്ളിയിലേക്ക് പോകില്ല. ഇനി കുർബാനയുണ്ടെങ്കിൽ അത് പറപ്പൂരിൽ തങ്ങൾ പണിയുന്ന പള്ളിയിലായിരിക്കും. ഇതായിരുന്നു പറപ്പൂർ തീരുമാനം. അങ്ങനെ വാരാപ്പുഴ അപ്പസ്തോലിക വികാരിയായിരുന്ന ബിഷപ്പ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളി നിർമ്മിതിക്കുള്ള പച്ചക്കൊടി വീശി. മനക്കുളം രാജാവും പുന്നത്തൂർ രാജാവും പള്ളിക്കുള്ള സ്ഥലം അനുവദിച്ചു. തുടർന്ന് 64 കുടുംബങ്ങൾക്കായി 1731 പനമ്പട്ട കൊണ്ട് വശങ്ങൾ മറച്ച് ഓല കൊണ്ട് മേഞ്ഞൊരു പള്ളി ഉണ്ടായി. വിശുദ്ധ ജോൺ നെബുംസിയാന്റെ നാമധേയത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ ദേവാലയമായിരുന്നു ഇത്. രാജാവാണെങ്കിൽ പോലും കുംഭസാര രഹസ്യം പുറത്തുവിടില്ലെന്ന ക്രൈസ്തവ പൗരോഹിത്യ പ്രതിജ്ഞ കൈവിടാത്ത 1353 രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെബുംസിയാനെ പോപ്പ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ കാലമായിരുന്നു അത്. അതായത് 1729 കാലം. അക്കാലത്തെ കീഴ്വഴക്കമനുസരിച്ച് പുതിയ പള്ളി നിർമ്മിക്കുമ്പോൾ അത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരുടെ പേരിലായിരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പറപ്പൂർക്കാർക്ക് വിശുദ്ധ ജോൺ നെബുംസിയാന്റെ നാമധേയത്തിലുള്ള പള്ളി ഉണ്ടായത്. പിന്നെ പല പല കാലഘട്ടങ്ങളിലായി ആ പള്ളി വളരുകയായി. ഇന്ന് കാണുന്ന പഴയ പള്ളി ഉണ്ടായത് 1825-35 കാലഘട്ടത്തിലാണ്. പള്ളി വികാരിയും നാട്ടുകാരനുമായിരുന്ന ഇയ്യോബ് ചിറ്റിലപ്പള്ളി എന്ന ഇയ്യു കത്തനാരായിരുന്നു പള്ളി നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത തച്ചനും അച്ഛനും. ആ നിർമ്മാണം ഏതാണ്ട് 1972 വരെ തുടർന്നു. ഇതിനിടെ ഈ പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ വേറെയും പള്ളികളും കപ്പേളുകളും ഉണ്ടായി. പല ഇടവകകളും ഉണ്ടായി. അപ്പോഴും ആ പള്ളികളുടെയും കപ്പേളകളുടെയും ഒക്കെ തള്ളപ്പള്ളിയായി പറപ്പൂർ പള്ളി നിലകൊണ്ടു. പറപ്പൂർ പള്ളിയുടെ വളർച്ചയ്ക്കൊപ്പം വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവുമായ വളർച്ചയും ഉണ്ടായി. 1874 പറപ്പൂർ പള്ളിയോട് ചേർന്ന് ആദ്യ LP സ്കൂൾ സ്ഥാപിക്കപ്പെടുകയും തുടർന്ന് 1924 അത് UP സ്കൂളായി വളർന്നു ഹയർ സെക്കൻഡറി വരെ എത്തി. ഈ പരിസരങ്ങളിലെ കച്ചവടക്കാർക്കായി പള്ളിവക ഒരു ചന്തയും ഒപ്പം ഇവിടെ വളർന്നു. കാലാന്തരത്തിൽ 1992 പറപ്പൂർ പള്ളി ഫൊറോന പള്ളി എന്ന പദവിയിലേക്ക് വന്നു. ഫൊറോനയ്ക്ക് കീഴിൽ ആമ്പക്കാട്, പുറനാട്ടുകര, അടാട്ട്, അമല, ചിറ്റിലപ്പള്ളി, എടക്കളത്തൂർ, പോന്നൂർ, പെരുവല്ലൂർ എന്നീ പള്ളികളും അന്നകര, ഊരകം എന്നിടത്തെ കുരിശുപള്ളികളും വിശുദ്ധ അൽഫോൻസമ്മയുടെ നാമധേയത്തിലുള്ള തോളൂർ പള്ളിയും. സന്യസ്തരുടെ അനുഗ്രഹീത ഭൂമി കൂടിയാണ് പറപ്പൂർ. ഈ ദേവഭൂമികയിൽ നിന്ന് 300-ലധികം സന്യസ്തർ ദൈവസന്നിധിയിൽ സമർപ്പിതരാണ്. ഇവിടെ നിന്നുള്ള 40ഓളം വൈദികർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവ ശുശ്രൂഷ നടത്തുന്നു. പുണ്യശ്ലോകനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ, പാവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മാർ ജോസഫ് കുണ്ടുകുളം, മെൽബൺ രൂപതാധ്യക്ഷനും ന്യൂസിലാൻഡിലെ അപ്പസ്തോലിനും വിസിറ്റേറ്ററുമായ മാർ ബോസ്കോ പുത്തൂരും ഈ ഇടവകക്കാരാണെന്നുള്ളത് എടുത്തു പറയുന്നതാണ്.
ക്രൈസ്തവ ചരിത്രത്തിന്റെ വിശ്വാസ പൈതൃകത്തിന്റെ 286 വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പറപ്പൂർ ഇടവകയ്ക്ക്. എന്നിരുന്നാലും പതിവ് പോലെ ഇവിടെയും ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പള്ളി ഉണ്ടായി. ചരിത്രത്തിന്റെ ഭാഗമായ പഴയ ദേവാലയത്തിന്റെ വിശുദ്ധ അടയാളങ്ങളെ പുതിയ പള്ളിയുടെ പിന്നാമ്പുറത്തേക്ക് തള്ളി മാറ്റിയാണ് പുതിയ പള്ളി മുന്നിൽ നിൽക്കുന്നത്. പഴയ പള്ളിക്കും പുതിയ പള്ളിക്കും ഇടയിൽ ഒരു തലമുടി നാരിന്റെ വിടവേക്കാണ്. ശ്വാസം വിടാനാവാതെ പഴയ പള്ളി വീർപ്പുമുട്ടി നിൽക്കുന്നത് കാണുമ്പോൾ വിശ്വാസികൾക്ക് അല്പം വേദനയുണ്ടാവണം. പഴയ പള്ളി നന്നായി പരിപാലിക്കുന്നുണ്ടെങ്കിലും സങ്കീർത്തിക്കരികെ ധൂമക്കുറ്റി കത്തിക്കുന്നതിനും പുകയ്ക്കുന്നതിനുമായുള്ള ഈ യന്ത്രവൽകൃത സംവിധാനങ്ങളുടെ വെടിപ്പില്ലായ്മ കാണുമ്പോൾ ഇവിടെ വരുന്ന ഭക്തരുടെ ഹൃദയം ഒന്ന് തേങ്ങുന്നുണ്ടാകണം. ഇടവക പ്രതിഷ്ഠയായ വിശുദ്ധ ജോൺ നെബുംസിയാനെ പോലെ തന്നെ ഇവിടുത്തെ വിശ്വാസികൾ വണങ്ങുന്ന മറ്റൊരു പ്രതിഷ്ഠ കൂടിയുണ്ട്, വിശുദ്ധ റോസ. 1586 മുതൽ 1617 വരെ പെറുവിന്റെ തലസ്ഥാനമായ ലീമയിൽ ജീവിച്ചു മരിച്ച ഇസബെല്ല എന്ന റോസ പുണ്യവതിയാണ് വിശുദ്ധ റോസ. നവംബർ 20-ാം തീയതി ഞായറാഴ്ചയ്ക്ക് അന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് വിശുദ്ധ റോസയുടെ തിരുനാൾ. തമുക്ക് തിരുനാൾ എന്ന പേരിലാണ് ഈ തിരുനാൾ ഇവിടെ അറിയപ്പെടുന്നത്. പുഴുക്കല്ലരി വറുത്ത് പൊടിച്ച് ശർക്കരയും പഴവും ചുക്കും ഏലക്കയും ചേർത്തുണ്ടാക്കുന്ന പ്രസാദമാണ് തമുക്ക്. ഇവിടുത്തെ വിളക്കുകളിലെ എണ്ണയും തമുക്കും ഗർഭിണികളുടെ സുഖപ്രസവത്തിനും മറ്റുള്ളവരുടെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും അത്ഭുത പ്രസാദമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. വിശുദ്ധ ജോൺ നെബുംസിയാനും വിശുദ്ധ റോസയും വാഴുന്ന ഈ ഇടവകയിലെ വിശ്വാസികളുടെ പേരിന്റെ ഭൂരിഭാഗവും ജോൺ, റോസ തുടങ്ങിയ പേരുകളുടെ ചേരുവകളാൽ സമ്പന്നമാണ്, സമൃദ്ധമാണ്. പള്ളിയുടെ മൊത്തത്തിലുള്ള നിർമ്മിതിയിൽ ആധുനിക ദേവാലയ നിർമ്മിതി സങ്കേതങ്ങളുടെ പരിഷ്കാരങ്ങളുണ്ടെങ്കിലും അൾത്താരയുടെ ശില്പകൽപ്പനകളിൽ പഴയ ദേവാലയങ്ങളുടെ ശീലും കാണാം. നീലയും വെളുപ്പും സുവർണ നിറവും ചാലിച്ചെഴുതിയ ഒരു ശില്പകാവ്യം പോലെ സുന്ദരമാണ് ഈ പള്ളി. ഓഫ് വൈറ്റും സുവർണ നിറവും പൂശിയ ഈ പള്ളിയുടെ മുഖവാരത്തിനും നല്ല ചന്തമുണ്ട്. സ്റ്റെയിൻഡ് ഗ്ലാസിന്റെ പശ്ചാത്തലത്തിൽ സുവർണ പ്രൗഢിയോടെ ഒരു ദൈവീക പരിവേഷം പോലെ കാണപ്പെടുന്ന ഈ പള്ളിയുടെ അൾത്താരയിൽ ഭക്തർക്ക് നീലരാശിയിലുള്ള ഒരു സ്വർണ്ണ നിറമാലയാണ്. സ്റ്റെയിൻഡ് ഗ്ലാസിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകൃതിയാലുള്ള വെളിച്ചം അൾത്താരയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. ഇതിനിടെ ഈ പള്ളി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടപെട്ടു. 2017 നവംബറിൽ കുദാശകർമ്മം നിർവഹിക്കപ്പെട്ട പറപ്പൂർ സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോന പള്ളിയിലെ അൾത്താരയ്ക്കാണ് അഭാഗ്യം കൈവന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റെയിൻഡ് ഗ്ലാസ് അൾത്താര എന്ന വിഭാഗത്തിലാണ് റെക്കോർഡ്. ജോസഫ് CL എന്ന ശില്പകലാകാരന്റെ പേരിലാണ് റെക്കോർഡ്. പ്രതീകാത്മകമായി പരിശുദ്ധാത്മാവിനെയും ക്രിസ്തു ശിഷ്യരായ 12 പേരുടെയും ചിത്രങ്ങളാണ് സ്റ്റെയിൻഡ് ഗ്ലാസിൽ ജോസഫ് ഇവിടെ
ആലേഖനം ചെയ്തിരിക്കുന്നത്. 70 അടി നീളവും 45 അടി ഉയരവുമുള്ള പറപ്പൂരിലെ അൾത്താര ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെയിൻഡ് ഗ്ലാസ് അൾത്താര എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ അറിയപ്പെടും. വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, CT സ്കാൻ റിപ്പോർട്ടർ.